സങ്കീർത്തനങ്ങൾ അധ്യായം 62. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ ആത്മാവ് ദൈവത്തെ നോക്കി പാർത്തു, എന്തെന്നാൽ എൻ്റെ രക്ഷ തന്നിൽ നിന്നാകുന്നു. താൻ എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനും, ഞാൻ ഇളകാതിരിപ്പാൻ എൻ്റെ വലിയ സങ്കേത സ്ഥലവുമാകുന്നു. മനുഷ്യനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ നിങ്ങൾ എത്രത്തോളം വാശി പിടിക്കും? നിങ്ങൾ ചാഞ്ഞ ചുമരും ഇടിഞ്ഞ മതിലും പോലെയാകും. അവൻ്റെ ബഹുമാനത്തിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അവൻ വിചാരിച്ചു. അവർ വ്യാജഭാവേന അവനെ പിന്തുടർന്നു. അവർ വായ് കൊണ്ട് വാഴ്ത്തുകയും ഹൃദയം കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആത്മാവേ, ദൈവത്തെ നോക്കി പാർക്കുക, എൻ്റെ രക്ഷ തന്നിൽ നിന്നാകുന്നു. താൻ തന്നെ എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനും, ഞാൻ ഇളകാതിരിപ്പാൻ എൻ്റെ സങ്കേത സ്ഥലവുമാകുന്നു. എൻ്റെ രക്ഷയും എൻ്റെ ബഹുമാനവും ദൈവത്തിലാകുന്നു. എൻ്റെ ബലവും എൻ്റെ സഹായവും എൻ്റെ പ്രത്യാശയും ദൈവമാകുന്നു. ജനമേ, എല്ലാ സമയത്തും തന്നിൽ ആശ്രയിപ്പിൻ. തൻ്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ പകരുവിൻ. എന്തെന്നാൽ നമുക്കുള്ള അഭയസ്ഥാനം ദൈവമാകുന്നു. മായാ മനുഷ്യരെല്ലാവരും ആവി പോലെയാകുന്നു. തുലാസിൽ തൂക്കിയാൽ അവർ വെറും ഇല്ലായ്മയാകുന്നു. നിങ്ങൾ അപഹാരത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയെ സ്നേഹിക്കരുത്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കരുത്. ദൈവം ഒരിക്കൽ പറഞ്ഞു, രണ്ടാമതും ഞാൻ അവയെ കേട്ടു. ശക്തി ദൈവത്തിനുള്ളതാകുന്നു. കർത്താവേ, കൃപ നിനക്കുള്ളതാകുന്നു. നീ മനുഷ്യരിൽ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.